സ്ലോട്ട് ദൈവനാമത്തിന് ബോധമുണ്ടാകട്ടെ. സംഖ്യാപുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്: ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നതിനെ ഞാൻ നിർത്തലാക്കും. ദൈവം മോശയോട് അരുളി ചെയ്യുന്ന ഒരു വേദഭാഗമാണത്. അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളർക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവം നിങ്ങളെ തളർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുക, ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നതിനെ ഞാൻ നിർത്തലാക്കും. അവിടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിഷയം, പലപ്പോഴും പലരും നമുക്ക് വിരോധമായി പിറുപിറുക്കും. അത് നിർത്തലാക്കുന്നത് ദൈവമാണ്. നമ്മളത് നിർത്താൻ വേണ്ടി പോകണ്ട, നമ്മളത് നിർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും വേണ്ട. കർത്താവ് മോശയോട് വ്യക്തമായി സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രതിനിധികളായി മോശയും അഹരോനും നിൽക്കുമ്പോൾ അവർക്ക് വിരോധമായി പലതും പിറുപിറുക്കുന്നുണ്ട്. ഇത് നാളുകളായി ഇവർ കേൾക്കുന്നുണ്ട്, നാളുകളായി ഇവരിത് സഹിക്കുന്നുണ്ട്. എന്നാൽ ദൈവം ഒരു ദിവസം വിചാരിച്ചു, ഇതൊന്ന് നിർത്തലാക്കണം. അതുകൊണ്ട് കർത്താവ് മോശയോട് പറയുകയാണ്, നീ 12 ഗോത്രത്തിൽ നിന്ന് 12 വടി എടുത്തുകൊണ്ട് വന്ന് ലേവി ഗോത്രത്തിൻ്റെ മേൽ അഹരോൻ്റെ പേരെഴുതിയിട്ട് സമാഗമന കൂടാരത്തിൽ വെക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും. ദൈവത്തിൻ്റെ പൈതലെ, എന്നും നീ നിന്നെയും പരിഹാസവും വേദനകളും അപമാനങ്ങളും കേട്ട് നിൽപ്പാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയാണോ ഇറങ്ങിയത്? നീ ദൈവത്തിൻ്റെ പ്രതിനിധിയാണോ നിൽക്കുന്നത്? നീ ഒരു ക്രിസ്ത്യാനി എന്ന പേരിൽ സഹിക്കുന്നുണ്ടെങ്കിൽ, നീ ഒരു ദൈവ പൈതൽ എന്ന പേരിൽ പല അപമാനങ്ങളും, ഒരുപക്ഷെ അതിൻ്റെ കുടുംബത്തിൽ നിന്നായിരിക്കാം, ഒരുപക്ഷെ നിൻ്റെ കൂട്ടുകാരുടെ മധ്യത്തിൽ നിന്ന്, നീ ആയിരിക്കുന്ന സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്ന് പല നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ നീ കേൾക്കുന്നുണ്ടായിരിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഞാൻ ഇപ്രകാരം പറയുവാൻ ആഗ്രഹിക്കുന്നു, ആ പിറുപിറുപ്പുകളെ ദൈവം നിർത്തലാക്കും. ഇങ്ങനെ ഇസ്രായേൽ ജനം നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നതിനെ ഞാൻ നിർത്തലാക്കും. ഞാൻ തിരഞ്ഞെടുക്കുന്നവരെ വടി തളിർക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ ആത്മാവശത്തിലൂടെ വ്യക്തമായി സംസാരിക്കുന്ന ഒരു പദം അതിങ്ങനെയാണ്: ദൈവം ചിലതിനെ നിർത്തലാക്കും. ആമേൻ. കർത്താവ് ചിലരെ തളിർപ്പിക്കുന്ന ദിവസങ്ങളും നാഴികകളും അടുത്തിരിക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം സഹായിക്കട്ടെ.